യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ മുൻപിൽ രണ്ട് തരത്തിലുള്ള വഴികളുണ്ടാകും. ദൈവം കാണിച്ചു തരുന്ന വഴികളും നമ്മുടെ പ്രയത്നത്താൽ നാം കണ്ടെത്തുന്ന വഴികളും. രണ്ട് വഴികളിലൂടെയും മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായും പ്രതിബന്ധങ്ങൾ പലതും കാത്തിരിക്കുന്നുമുണ്ടാകും. പക്ഷേ ദൈവം കാട്ടിത്തരുന്ന വഴികളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ പ്രതിബന്ധങ്ങൾ നമുക്ക് പ്രതിബന്ധങ്ങളല്ലാതായി മാറുന്നത് എങ്ങനെയെന്ന്, നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു തരികയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവെക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ദൈവത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ നിറയുന്നത് എങ്ങനെയെന്ന് ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ കേട്ടുകൊണ്ട് വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് മേഴ്സി, സ്ഥലം അതിരമ്പുഴ. എൻ്റെ അനിയത്തിയുടെ മക്കൾ 5 പേര് വേളാങ്കണ്ണിക്ക് തീർത്ഥയാത്ര പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ദിവസം ഹർത്താലായിരുന്നു. അവിടെ വെച്ച് അവർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കുഞ്ഞുങ്ങൾക്ക് 2നും ഛർദിയും അവർക്ക് മുതിർന്നവർക്കും ഛർദിയുമായിട്ട് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അവരവിടുന്ന് നാഗപട്ടണം എന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ കയറി. അവിടെ ചെന്ന് കഴിഞ്ഞ് മണിക്കൂറുകളോളം ഛർദിയായിരുന്നു കുട്ടികൾക്ക് 2 പേർക്കും. 4ാം ക്ലാസ്സിലും 1ലും പഠിക്കുന്ന കുട്ടികൾ. വലിയവർക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു, എങ്കിലും അവർക്ക് ഛർദി ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞു വെന്റിലേറ്ററെ കിടത്തണം 2 കുട്ടികളെയും എന്ന് പറഞ്ഞു. അവിടുന്ന് കുഞ്ഞുങ്ങളെ അവിടെ വെന്റിലേറ്ററെ കിടത്തി. അത് കഴിഞ്ഞതിന് ശേഷം കുറവൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 3 മണി വരെ നോക്കിയിട്ട് നമുക്ക് എവിടെയാണെന്നാ ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം, എവിടെയാണെന്നാ നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവർ ഞങ്ങളെ വിളിച്ചു. ഇന്നലെ രാവിലെ ഞാൻ ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി പോരുന്ന സമയത്ത് അവിടുന്ന് കരഞ്ഞുകൊണ്ട് അതിൻ്റെ അമ്മ അച്ചായനും ഒക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇന്ന പോലെയാണ്, എൻ്റെ കുഞ്ഞ് മരിച്ചു പോകും, ഡോക്ടർ പറയുന്നു, രക്ഷയില്ല എന്ന് പറയുന്നു. അപ്പം അത് കേട്ടുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ ഇറങ്ങുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവത്തെ മുറുകി പിടിച്ചാൽ എല്ലാം നടത്തി തരും, ദൈവം സൗഖ്യം തരും എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു നമുക്കിങ്ങനെയൊരു ആവശ്യമുണ്ട്, ഈശോയുടെ മുമ്പിൽ അത് കൊടുക്കാം, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരെല്ലാവരും കൂടി തീഷ്ണമായിട്ടുള്ള പ്രാർത്ഥന, അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛനോട് ഞാൻ അനീഷച്ചനോടും പറഞ്ഞു, അച്ഛനും പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് ഈ കൊച്ചിനെ വെന്റിലേറ്ററിൽ നിന്നും താഴെ ഇറക്കി കൊച്ച് ഭക്ഷണം തരാൻ പറഞ്ഞ് കരയുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ രോഗങ്ങളെല്ലാം മാറി അവർക്ക് സൗഖ്യം 2 കുട്ടികൾക്കും കൊടുക്കുകയും അവരുടെ ഫാദറിനും മദറിനും സൗഖ്യം കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. യേശുവേ നന്ദി.
മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ക്ഷേമ ഇസ്രായേലിൻ്റെ എപ്പിസോഡിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് നമ്മളോട് വചനത്തിലൂടെ പറയാൻ പോകുന്ന വലിയൊരു ആത്മീയ രഹസ്യമാണ്. അനുദിന ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഭാരങ്ങളും വിഷമങ്ങളൊക്കെ ആയിട്ട് കടന്നു പോകുന്നവരാകാം നമ്മൾ. അതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിലാണ് കർത്താവ് നമുക്ക് വേണ്ടി ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ സംസാരിക്കുന്നത്. മനോഹരമായൊരു സന്ദേശം, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഏറ്റെടുക്കണം. എങ്കിലേ ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാൻ പറ്റും. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു പോവുകയാണ്. 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സംഭവം വളരെ പ്രധാനപ്പെട്ടതും നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ്. അതിതാണ്, മോശ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ച് ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് ചെങ്കടലിനെ വിഭജിച്ച് രണ്ടാക്കി അതിലൂടെ ജനം കടന്നു പോകുന്ന സംഭവം. ഈ സംഭവത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കർത്താവ് തരുന്നുണ്ട്. അതിതാണ്, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടന്ന ജനതയാണ്. അപ്പോൾ ദൈവം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അതിന് മോശയാണ്, നമുക്കറിയാം, വിക്കനായവനെ, വലിയ ബലമൊന്നുമില്ലാത്ത മോശയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനോട് മോശ അതേ എന്നൊക്കെ പറഞ്ഞ് അഹ്റോനെ ചേർത്ത് പിടിച്ച് ഇവർ രണ്ടുപേരും കൂടെ ഈ ജനത്തെ മുഴുവനും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുക. അപ്പോൾ ദൈവം അങ്ങനെ ഒരു പദ്ധതി, അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഈ മോശ വളരെ കൃത്യതയോടുകൂടി അത് അനുസരിക്കുക. കാരണം ദൈവമാണിത് പറഞ്ഞത്. അപ്പോൾ ദൈവം പറഞ്ഞെങ്കിൽ ദൈവത്തിന് പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിവുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് മോശ ഫറവോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പറഞ്ഞു കൊടുക്കുക. ഇതാണ്, എൻ്റെ ജനത്തെ വിട്ടുതരണം. എന്തിനാ? ദൈവത്തെ ആരാധിക്കാൻ, കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ അതിന് വിസമ്മതിക്കുമ്പോൾ ഈ ദൈവം തന്നെ 10 അത്യത്ഭുതകരമായ അത്ഭുതങ്ങൾ ഈ ഈജിപ്ത് ദേശത്ത് പ്രവർത്തിച്ച് ഈ ജനത്തെ ആ അടിമത്തത്തിൽ നിന്നും പുറത്തോട്ടെടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, ദൈവമാണ് മോശയുടെ അടുത്ത് പറഞ്ഞത്, നീ കാനാൻ ദേശത്തേക്ക് പോ. അപ്പോൾ കാനാൻ ദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടത് ദൈവമായതുകൊണ്ട്, ശ്രദ്ധിക്കണം, ദൈവമായതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി തന്നെ ദൈവം തൻ്റെ ജനത്തെ ആ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കാൻ വേണ്ട സകല കാര്യങ്ങളും അവിടെ ഒരുക്കി ഫറവോയെ അതിലൂടെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഫറവോ ഈ ജനത്തെ അടിമത്തത്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ വിമോചിപ്പിക്കുക. ആ വിമോചനം സ്വീകരിച്ച് മോശ കടന്നു പോവുക. ഈ ജനത്തെ മുഴുവൻ നയിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഈ ജനത്തെ നയിച്ചുകൊണ്ട് മോശ ദൈവം പറഞ്ഞ വഴികളിലൂടെ നടക്കുകയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവം പറഞ്ഞ വഴികളിലൂടെ നടക്കുക. അപ്പോൾ കാനാൻ ദേശത്തേക്ക് ദൈവം നടത്തുന്നത്. വരുന്ന വഴിക്കാണ് ചെങ്കടൽ കാണുന്നത്. അപ്പോൾ മോശയ്ക്ക് ചോദിക്കാം, മോശയ്ക്ക് വേണമെങ്കിൽ പിറുപിറുക്കാം, കർത്താവെ അങ്ങല്ലേ പറഞ്ഞ് കാനാൻ ദേശത്തേക്ക് വരാൻ? കാനാൻ ദേശത്തേക്ക് വരുന്ന വഴിക്ക് ചെങ്കടലുണ്ടെന്ന് കർത്താവ് നിനക്ക് അറിയത്തില്ലേ? ജോർദാൻ നദിയുണ്ടെന്ന് കർത്താവ് നിനക്ക് അറിയത്തില്ലേ? ജെറീക്കോയുടെ മതിലുകളുണ്ടെന്ന് നിനക്ക് അറിയത്തില്ലേ? ഇതൊക്കെ ശരിയാക്കിയാലല്ലേ കാനാൻ ദേശത്ത് എത്താൻ പറ്റൂ? അതൊക്കെ ഇതുകൊണ്ട് മുൻകൂട്ടി ചെയ്യണ്ടേ എന്ന് മോശയ്ക്ക് ചോദിക്കാമായിരുന്നു. ഈ ജനം പിറുപിറുക്കുന്നുണ്ട്. ജനം പറയുന്നതിനാ, അവിടെ എങ്ങും ശവക്കല്ലറില്ലാഞ്ഞിട്ടാണോ? അവിടെ എങ്ങും കടന്ന് മരിക്കാൻ ഇടമില്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഈ ചെങ്കടലിൽ അവിടെ കൊണ്ടുവന്നിട്ട് കൊല്ലുന്നേ? കാരണം മുൻപിൽ ചെങ്കടൽ, പുറകേൽ ഫറവോയുടെ സൈന്യം. ഇത് മുഴുവനത്തിൻ്റെ നടുവിൽ ഞെരുക്കപ്പെട്ടപ്പോൾ ഞെരുക്കപ്പെട്ട ജനം പറയുകയാണ്, അവിടെ എങ്ങും ശവക്കല്ലറകൾ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? തെരഞ്ഞെടുത്തത് ദൈവം, വിമോചിപ്പിച്ചത് ദൈവം, വഴി പറഞ്ഞു കൊടുത്തത് ദൈവം, ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുത്ത ദൈവം. അപ്പം അതിനിടയ്ക്ക് ചെങ്കടൽ പോലെ ഒരു പ്രതിബന്ധം ജീവിതത്തിൽ വരികയാണ്. പ്രിയമുള്ളവരെ, ഇനിയാണ് ആ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. ദൈവം വിളിച്ചു, ദൈവം പറഞ്ഞ വഴികളിലൂടെ, ദൈവം നടത്തുന്ന വഴികളിലൂടെ, ദൈവത്തെ മാനിച്ച് ദൈവം പറഞ്ഞത് മുഴുവൻ കേട്ട് ഒരു ദൈവ പൈതൽ
ആ വഴികളിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ലക്ഷ്യം കാനാൻ ദേശമാണ്. ആ കാനാൻ ദേശത്ത് ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പുള്ള ചെങ്കടലോ ജെറീക്കോയോ ജോർദാൻ നദികളോ ഏത് പ്രതിബന്ധങ്ങൾ, ഭക്ഷണമില്ലാത്തതോ വെള്ളമില്ലാത്തതോ ഏതു പ്രതിബന്ധങ്ങളെയും തമ്പുരാൻ തന്നെ മറികടക്കാൻ സഹായിക്കും, അനുവദിക്കും. ഇത് നമ്മൾ വിശ്വസിക്കണം, ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കണം. പക്ഷെ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? കർത്താവ് പറഞ്ഞു കാനാൻ ദേശത്തേക്ക് പോകാൻ, നമ്മൾ നേരെ വിപരീത ദിശയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തമ്പുരാൻ പറഞ്ഞ വഴികളിലൂടെയല്ല പലപ്പോഴും നമ്മൾ നടക്കുന്നത്. ദൈവം കാണിച്ചു തരുന്ന വിശുദ്ധിയുടെ, സ്നേഹത്തിൻ്റെ, ദൈവഭയത്തിൻ്റെ, അനുസരണത്തിൻ്റെ വഴികളിലൂടെ അല്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ വിപരീതമായ ദിശയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അശുദ്ധിയുടെ വഴികൾ, പാപത്തിൻ്റെ വഴികൾ, മ്ലേച്ഛതയുടെ വഴികൾ, വിശ്വാസത്തിന് നിരക്കാത്ത വഴികൾ, സ്നേഹത്തിന് നിരക്കാത്ത വഴികൾ, ഇതിലൂടെയൊക്കെ നടന്നിട്ട് ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ, ചെങ്കടൽ വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ദൈവത്തെ വിളിച്ചാലും ആ ചെങ്കടലിനെ പകുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമല്ല. കാരണം നീ നടക്കുന്ന വഴി തെറ്റാം. കാനാൻ ദേശത്തേക്ക് പോകാനാണ് കർത്താവ് പറഞ്ഞത്. യോനാനടുത്ത് കർത്താവ് പറഞ്ഞ സ്ഥലം വേറെ, അവൻ പോയ ഇടം വേറെ. അവന് സംഭവിച്ചത് എന്താണെന്ന് വചനത്തിൽ കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നമാണ്. ഷിപ്പിൽ കയറി, അതൊരു പ്രശ്നം. മീനെ വായിൽ വീണു, മീൻ പോലും അവനെ തുപ്പി പുറത്താക്കി. ഓക്കെ, കടലിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിരിക്കും എന്ന് പറഞ്ഞാൽ ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളെ മാനിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ചും നമ്മുടെ അഹങ്കാരത്തിനനുസരിച്ചും നമ്മൾ ചില വഴികളിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴിത്താരകളിൽ ഉണ്ടാകുന്ന ചെങ്കടലിനെ ഭേദിക്കുക, തകർക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം അല്ല. പക്ഷെ ദൈവം പറഞ്ഞു നീ കാനാൻ ദേശത്തേക്ക് പോ. മോശ ഈ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുന്നത്, ദൈവം പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നടത്തുന്നത്. ദൈവം പറഞ്ഞ വഴികളിലൂടെ തന്നെയാണ് നടത്തിയത്. ആ വഴികളിലൂടെ കടന്നു പോയപ്പോൾ അതിൻ്റെ മുമ്പിൽ വന്ന ചെങ്കടലിനെ ഭേദിച്ചു കൊടുക്കുന്നതും തകർത്ത് കൊടുക്കുന്നതും ദൈവം തന്നെയാണ്. മോശയുടെ അടുത്ത് ദൈവം പറഞ്ഞു, ദൈവത്തോട് ആലോചന ചെയ്ത് മോശയുടെ അടുത്ത് പറഞ്ഞു, നീ വടി ഉയർത്തിപ്പിടിക്ക്, ഈ ജലത്തിൻ്റെ മേൽ, ഈ കടലിൻ്റെ മേൽ നീ വടി ഉയർത്തിപ്പിടിക്ക്, അത് നിനക്ക് വേണ്ടി രണ്ടായി പിളർക്കപ്പെടും. അപ്പോൾ പോകുന്ന വഴിക്ക് തമ്പുരാൻ്റെ വഴികൾ മനസ്സിലാക്കി ദൈവീക വഴികളിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ, ദൈവത്തെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വിശുദ്ധിയുടെ ബലമെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ചെങ്കടൽ വരില്ല എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. എല്ലാ വഴിയും ക്ലിയർ ആക്കിയിട്ടല്ല ദൈവം നമ്മളെ ചില അവസ്ഥകളിലേക്ക് നടത്തുന്നത്, ചില അനുഗ്രഹങ്ങളിലേക്ക് നടത്തുന്നത്. പ്രതിബന്ധങ്ങൾ വയ്ക്കും, തടസ്സങ്ങൾ വയ്ക്കും, ബുദ്ധിമുട്ടുകൾ വയ്ക്കും. ഇതിൻ്റെ ഒക്കെ നടുവിലും നീ ദൈവത്തിൻ്റെ വഴികളിൽ കടന്നു പോകാനും ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തെ മുറുകെ പിടിക്കാനും ദൈവത്തെ മാനിക്കാനും അപ്പോഴും ദൈവസ്വരം കേൾക്കാനും തയ്യാറായാൽ ചെങ്കടലിനെ പകുത്തുക എന്നുള്ളത് തമ്പുരാൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള കാര്യം. അത് ദൈവം ചെയ്യും. അതുകൊണ്ട് ചെങ്കടൽ കണ്ടു പേടിക്കണ്ട. ജെറീക്കോ മതിൽ ഭയങ്കര ബുദ്ധിമുട്ട്, അതിനെ മറികടന്നില്ല. ജോർദാൻ നദിയിലെത്തിയപ്പോൾ ശ്രദ്ധിക്കണം, ജോർദാൻ്റെ നദിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ജോഷുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ നദി കടന്ന നേരെ കാനാൻ ദേശത്തേക്ക് എത്തുക. അപ്പോൾ കുലം കുത്തി ഒഴുകുന്ന ജോർദാൻ നദിയാണ്. ഈ ജനം മുഴുവൻ പേടിച്ചിരിക്കുക. ജോഷുവയ്ക്ക് വലിയ പേടിയില്ല, കാരണം ചെങ്കടൽ പകുത്തിയപ്പോൾ ഒരു ജോഷുവ കണ്ടതാണ്. അതുകൊണ്ട് ജോഷുവ പേടിക്കുന്നുമില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, പുരോഹിതന്മാർ വാഗ്ദത്ത പേടകവുമായി ജലത്തിലേക്ക് കാൽ എടുത്തു വയ്ക്കുമ്പോൾ അത്ഭുതം സംഭവിച്ചോളൂ. ജോഷുവ പറഞ്ഞു പുരോഹിതന്മാരുടെ അടുത്ത് വാഗ്ദത്ത പേടകമായിട്ട് ജോർദാൻ നദി കടന്നോളാൻ പറഞ്ഞു. വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു കൃത്യമായിട്ട്, പുരോഹിതന്മാർ തങ്ങളുടെ കാലുകൾ ഈ കുലം കുത്തി ഒഴുകുന്ന കാല് വെച്ചാൽ ചിലപ്പോൾ മുഴുവൻ ആൾക്കാരെ വലിച്ചുകൊണ്ട് പോകും. അത്രയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് വിശ്വാസത്തിൻ്റെ കാലുകൾ ഈ ജോർദാൻ നദിയിലേക്ക് പുരോഹിത ഗണം വാഗ്ദത്ത പേടകമായി കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു ഭാഗം ചിറകെട്ടിയതുപോലെ നിന്നു, മറുഭാഗം ഒഴുകി അങ്ങോട്ട് പോവുകയാണ്. ഇത് സംഭവിച്ചത് എപ്പോഴാണ്? അവർ കാലെടുത്ത് വെച്ചപ്പോൾ, ദൈവം പറഞ്ഞ വഴിയിലൂടെ നടന്നപ്പോൾ, മുന്നോട്ട് പോയപ്പോഴാണ് പ്രിയപ്പെട്ട കർത്താവ് അവർക്ക് വേണ്ടി ജോർദാൻ നദിയെ വിഭജിച്ചത്. അതുകൊണ്ട് വിശ്വസിക്ക്, തമ്പുരാൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ വഴികളിൽ വരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, തകർച്ചകൾ, ബാധ്യതകൾ എല്ലാം ദൈവം തന്നെ വെട്ടി മാറ്റുന്ന അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടാകും.
അതല്ലാതെ ദൈവത്തിന് നേരെ മറുതലിച്ച് നിന്നിട്ട്, തമ്പുരാനെതിരെ പിറുപിറുത്ത് നിന്നിട്ട്, തമ്പുരാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അങ്ങനെയുള്ള അവസ്ഥകളിലും പുറകോട്ട് പോകുകയല്ല നമ്മൾ ചെയ്യണ്ടേ. കാരണം ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടത് പുറകോട്ട് പോകാനല്ല. ദൈവം മുന്നോട്ട് പോകാൻ പറഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നവനാണ് ഒരു ആത്മീയ മനുഷ്യൻ. അത് വിശ്വാസത്തിൻ്റെ മേലും വിശുദ്ധിയുടെ മേഖലയിലും പ്രാർത്ഥനാ ജീവിതത്തിലും അഭിഷേക ജീവിതത്തിലും ഒക്കെ മുന്നോട്ട് പോകേണ്ടവനാണ് ഒരു ക്രിസ്ത്യാനി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ കാനാൻ ദേശത്തേക്ക് പോ. ലക്ഷ്യം എന്താ? കാനാൻ ദേശം, അനുഗ്രഹങ്ങളുടെ നാട്, പാലും തേനും ഒഴുകുന്ന നാട് എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ ദേശം, സ്വർഗം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം. ഈ സ്വർഗം പ്രാപിക്കാൻ വേണ്ടി നീ തീരുമാനമെടുത്ത് സ്വർഗത്തിൻ്റെ വഴികളിലൂടെ, സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ നീ കടന്നു പോകുമ്പോൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാകില്ല എന്ന് കർത്താവ് പറയുന്നില്ല. ചെങ്കടൽ പോലത്തെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകും, തിരസ്കരണങ്ങളുണ്ടാകും, പിറുപിറുക്കലുണ്ടാകും, ഒറ്റപ്പെടുത്തലുകളുണ്ടാകും, വേദനാജനകമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നീ നടന്നു പോകേണ്ടി വരും. പേടിക്കേണ്ടെന്ന്, ഭയപ്പെടേണ്ടെന്ന്. സ്വർഗമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ, അതിൻ്റെ വഴികളിലൂടെ നീ പോകുന്നതെങ്കിൽ അതിൻ്റെ സകല പ്രതിബന്ധങ്ങളെയും ഈശോ നമ്മുടെ മുമ്പിൽ വെട്ടിമാറ്റും. ഇത് പറഞ്ഞ ദൈവമാണ്. ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. മോശ അതാ ചെയ്തത്. മോശ വേറെ ഒന്നും ചെയ്യുന്നില്ല. കർത്താവ് പറഞ്ഞു ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കാൻ, പറഞ്ഞത് കേട്ടു, ദൈവസ്വരത്തെ മാനിച്ചു, മുന്നോട്ട് പോവുകയാണ്. ഈ സുവിശേഷത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന സകല പ്രതിബന്ധങ്ങളെയും, സകല തടസ്സങ്ങളെയും, സകല ബുദ്ധിമുട്ടുകളെയും തമ്പുരാൻ തന്നെ എടുത്തു മാറ്റും. പക്ഷെ നീ പോകുന്ന വഴി സുവിശേഷത്തിൻ്റെ വഴിയാണോ? സുവിശേഷത്തിൻ്റെ വഴി എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നതല്ല, തന്നെ വേദനിപ്പിക്കുന്നവരെ കൂടി സ്നേഹിക്കുന്ന വഴി, ഒരു കരണത്തടിക്കുന്ന മറുകരണം കാണിച്ചു കൊടുക്കുന്ന വഴി, തൻ്റെ മാറ് പിളർന്നവൻ്റെ കണ്ണുകൾക്ക് സൗഖ്യം നൽകിയ വഴി, തന്നെ മുറിവേൽപ്പിച്ചവരെ അവരെ നോക്കിക്കൊണ്ട് അപ്പാ ഇവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞവൻ്റെ വഴി. അതാണ് സുവിശേഷത്തിൻ്റെ വഴി, അതാണ് കുരിശിൻ്റെ വഴി, അതാണ് ക്രിസ്തുവിൻ്റെ വഴി. ഈ വഴിയിലൂടെ നീ നടന്നു പോകുമ്പോൾ എന്തു പ്രതിബന്ധം വന്നോട്ടെ മക്കളെ വിശ്വസിക്കേ. ആരൊക്കെ നിന്നെ തള്ളി മാറ്റിക്കോട്ടെ, ആരൊക്കെ നിന്നെ തിരസ്കരിച്ചോട്ടെ, ആരൊക്കെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞോട്ടെ, ആരൊക്കെ നിന്നെ വഴി മാറിപ്പോക്കോട്ടെ, ആരൊക്കെ നിന്നെ ഉപദ്രവിച്ചോട്ടെ, ആരൊക്കെ നിന്നെ എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചോട്ടെ, ആരൊക്കെ നിൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചോട്ടെ, ആരൊക്കെ നിന്നെക്കുറിച്ച് പരാതി പറഞ്ഞോട്ടെ, പരിഭവം പറഞ്ഞോട്ടെ, ഇല്ലാത്തത് പറഞ്ഞോട്ടെ, നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. നീ നടക്കുന്നത് സുവിശേഷത്തിൻ്റെ വഴിയാണെങ്കിൽ സ്വർഗത്തിൽ നീ എത്തും. കാരണം ദൈവം പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റിക്കോളും. അത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. ഒരു ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഈ 14-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തോളം, ജീവിതത്തിൽ ഏറ്റെടുത്തോളം കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. മോശ പറയും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിട്ടിരുന്നാൽ മതി. കാര്യങ്ങളൊക്കെ എന്ത് എളുപ്പമെന്ന് നോക്കി. നമ്മളൊരു യുദ്ധവും ചെയ്യാൻ പോകണ്ട. നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നവരെ തകർക്കാൻ നമ്മൾ നോക്കണ്ട, വൈരാഗ്യത്തോടെ അവരെ കാണണ്ട, പ്രതികാരം ചെയ്യാൻ ശ്രമിക്കണ്ട, അവരുടെ കുടുംബത്തെ തകർക്കാൻ. അവർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു, അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ കേസ് കൊടുക്കേണ്ട വെച്ചോ. ഇതിനൊന്നിനും പോകണ്ട. നമ്മുടെ ബുദ്ധിയല്ല പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ ആലോചനയല്ല, നമ്മുടെ ചിന്തകളല്ല. സുവിശേഷത്തിൻ്റെ വഴിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ നമ്മളെ എതിർക്കുന്നവരെ സ്നേഹിക്കാൻ, നമുക്കെതിരെ പരാതി പറയുന്നവരെ അവരെ മാറോട് ചേർത്ത് പിടിക്കാൻ, നമ്മളെ പീഡിപ്പിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സുവിശേഷത്തിൻ്റെ വഴി നീ തെരഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും നിൻ്റെ തലമുറകളിലെ മുമ്പിൽ വരുന്ന സകല പ്രതിബന്ധങ്ങളെയും തമ്പുരാൻ തന്നെ എടുത്തു മാറ്റും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനം. അത് നമ്മൾ വിശ്വസിക്കണം. ഈ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാലേ ഈ അനുഗ്രഹം കിട്ടും. അതിന് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, തടസ്സം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പോലും ആലോചന ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ പോകുന്നത്, നമുക്ക് തോന്നുന്ന വഴികളിലൂടെ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, നിനക്ക് ശരിയെന്ന് തോന്നുന്ന വഴികൾ ഒരുപക്ഷേ നിന്നെ മരണത്തിലേക്ക് നയിക്കുക, നിത്യനാശത്തിലേക്കുള്ളതാ. സുവിശേഷത്തിൻ്റെ വഴിയാണ് നിത്യരക്ഷയിലേക്കുള്ള വഴി. ക്രിസ്തുവാകുന്ന വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി. മറ്റു വഴികളൊക്കെ നിത്യനാശത്തിലേക്കുള്ള വഴികളാണ്. അതുകൊണ്ട് നിനക്ക് നിന്റെ ബുദ്ധിക്ക്, നിന്റെ ആലോചനയ്ക്ക് ശരിയെന്ന് തോന്നുന്ന വഴികൾ ഒരുപക്ഷെ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതാകാം.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞ വഴികളിലൂടെ സുവിശേഷത്തിൻ്റെ കരുത്തെടുത്ത് സ്നേഹിക്കാൻ തീരുമാനമെടുത്ത് ക്ഷമിക്കാൻ തീരുമാനമെടുത്ത് സകലരെയും മാറോട് നമ്മുടെ സ്നേഹവലയത്തിൽ ചേർത്ത് പിടിക്കാൻ തീരുമാനമെടുത്തിട്ട് സുവിശേഷത്തിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ വചനം പറയുന്നു, സകല പ്രതിബന്ധങ്ങളെയും സ്വർഗം സ്വന്തമാക്കുന്നതിനുള്ള സകല പ്രതിബന്ധങ്ങളെയും നിത്യരക്ഷ പ്രാപിക്കുന്നതിനുള്ള സകല പ്രതിബന്ധങ്ങളെയും കർത്താവ് തച്ചുടച്ചോളും. അത് വിശ്വസിച്ചേറ്റെടുക്കാം. തുടർന്ന് വരുന്ന ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ ഈ ദൈവിക സംരക്ഷണം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ കവചം തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ആരാധനയുടെ സമയത്ത് നമുക്ക് ഒരുമിച്ച് കുടുംബമായിട്ട് തമ്പുരാനെ വിളിച്ചു പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. വചനത്തിലൂടെ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നല്ല തീരുമാനങ്ങളെടുത്ത് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക. വചനത്തിൽ നമ്മൾ കേട്ടു, നിങ്ങൾ ശാന്തരായിട്ടിരിക്കെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പല കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിപ്പുണ്ടാവും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. ചില ജോലി കാര്യങ്ങൾ, ചില സാമ്പത്തിക മേഖലകൾ, ചില ജീവിത പ്രശ്നങ്ങൾ, കേസ്, കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു മാനസികമായ വൈകാരികമായ അല്ലെങ്കിൽ ശരീരത്തിൽ ചിലപ്പോൾ യുദ്ധം ചെയ്യുന്നുണ്ടാകാം. കർത്താവ് വചനത്തിലൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയ വലിയൊരു രഹസ്യം, നീ ശാന്തനായിട്ടിരിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഏതൊക്കെ മേഖലകളിലാണോ ദൈവം യുദ്ധം ചെയ്യണം, നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കുക. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ യുദ്ധം ചെയ്യാൻ പരിശ്രമിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതെ കടന്നു പോകുന്നത്. അതുകൊണ്ട് കർത്താവിന് മുമ്പിലേക്ക് കൊടുക്കാം. ദൈവം ഇറങ്ങി പ്രവർത്തിക്കേണ്ട എല്ലാ മേഖലയും ഇപ്പോൾ കൊടുക്കുക. ചീഞ്ഞളിഞ്ഞ ലാസറിൻ്റെ കല്ലറയ്ക്ക് മേൽ വ്യാപരിച്ച അഭിഷേകം ഇപ്പോൾ നിൻ്റെ കുടുംബത്തിൽ വ്യാപരിക്കാൻ ആഗ്രഹിക്കുക. 38 വർഷം ബത്സേദ കുളക്കടവിൽ രോഗിയായി കിടന്നപ്പോൾ അവൻ്റെ മേൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യത്തിൻ്റെ കൃപ ഇപ്പം നിൻ്റെ മേൽ കടന്നു വരാൻ നീ ആഗ്രഹിക്കുക. നമ്മൾ വചനത്തിൽ കേട്ട ചെങ്കടലിനെ പിളർത്തപ്പോൾ രണ്ടായി പകുത്തപ്പോൾ വെളിപ്പെട്ട ഒരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളിലും ഇപ്പോൾ വെളിപ്പെടേണ്ടത്. ജോർദാൻ നദിയെ കർത്താവ് വിഭജിച്ചപ്പോൾ വെളിപ്പെട്ടൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം നമ്മളിൽ വെളിപ്പെടണം. കാർമൽ മലയിൽ അഗ്നി ഇറക്കിയപ്പോൾ വെളിപ്പെട്ടൊരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകം നമ്മളിൽ വെളിപ്പെടണം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ എല്ലാ പ്രശ്നവും മാറും. അതുകൊണ്ട് സങ്കീർത്തനം 77:10 പറയുന്നത്, ദൈവശക്തി വെളിപ്പെടാത്തതാണ് നിൻ്റെ സകല ദുഃഖത്തിനും കാരണം. ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടാൻ ആഗ്രഹിക്കുക. ഇതാ ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഈശോ കൂടെയുണ്ട്. ഈ സാന്നിധ്യവും നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെട്ടാൽ മതി. ഇവൻ്റെ സ്നേഹമൊന്ന് വെളിപ്പെട്ടാൽ മതി, സകല പ്രശ്നങ്ങളും തീരും. ഇവൻ്റെ രക്ഷയുടെ ഒരു അനുഭവം വെളിപ്പെട്ടാൽ ഒത്തിരി വിടുതലുണ്ടാകും. ഇവൻ്റെ വിശുദ്ധിയുടെ അഭിഷേകം വെളിപ്പെട്ടാൽ ഒത്തിരി ജീവിതങ്ങൾക്ക് വിടുതൽ, സൗഖ്യം ഉണ്ടാകും. സൗഖ്യത്തിൻ്റെ കരമൊന്ന് നീട്ടിയാൽ കുടുംബങ്ങൾ മാറാ രോഗികൾ സൗഖ്യം പ്രാപിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു ആഗ്രഹത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് ഏതൊക്കെ മേഖലകളിലാണോ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണോ ദൈവം ഇറങ്ങി പ്രവർത്തിക്കണം നീ ആഗ്രഹിക്കുന്നു, ആ മേഖലകളെല്ലാം ഇപ്പോൾ കൊടുക്കുക. അത് വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, രോഗങ്ങളായിക്കൊള്ളട്ടെ, പീഡകളായിക്കൊള്ളട്ടെ, അസ്വസ്ഥതകളായിക്കൊള്ളട്ടെ, അസമാധാനം ആയിക്കൊള്ളട്ടെ, ഭിന്നതകളായിക്കൊള്ളട്ടെ, സാമ്പത്തിക തകർച്ചകളായിക്കൊള്ളട്ടെ, തടസ്സം എല്ലാം ഇപ്പോൾ കർത്താവിന് കൊടുക്കുക. കർത്താവെ, ആ മേഖലകളൊക്കെ അവിടുത്തെ ശക്തി ഇപ്പോൾ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ ശക്തി ജോർദാൻ്റെ മേൽ വെളിപ്പെട്ടതും
ചെങ്കടലിൻ്റെ മേൽ വെളിപ്പെട്ടതുമായ ആ അത്ഭുതകരമായ ദൈവകരത്തിൻ്റെ ശക്തി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളോട് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വെളിപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ പാപത്തിൻ്റെ ചങ്ങലകളും ഇപ്പോൾ അഴിച്ചുവിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഹങ്കാരത്തിൻ്റെ മേഖലകൾ അഴിക്കണമേ. ഞാൻ അധ്വാനിക്കും, ഞാൻ കഷ്ടപ്പെടുന്നു, എൻ്റെ അധ്വാനം, അങ്ങനെയുള്ള ചിന്തകൾ കർത്താവെ ഇപ്പോൾ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ചേർത്ത് പിടിച്ച് ദൈവം യുദ്ധം ചെയ്യുന്ന ഒരു ആത്മീയ പക്വതയിലേക്ക് വളർത്താൻ പരിശുദ്ധാത്മാവെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സം നിൽക്കുന്ന മാനുഷിക ചിന്തകൾ ഇപ്പോൾ അഴിയട്ടെ, നിരാശകൾ ഇപ്പോൾ അഴിയട്ടെ, ആകുലതകൾ ഇപ്പോൾ വിട്ടുമാറട്ടെ, സ്വയം ശപിക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയില്ല എന്നുള്ള സ്വരം ഇപ്പോൾ അഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മാനസികമായി തളർന്നിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, ചില ജീവിതത്തിൻ്റെ ചെങ്കടൽ അനുഭവത്തിൻ്റെ മുമ്പിൽ പതറി നിൽക്കുന്ന മക്കൾ കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതുപോലെ നൊമ്പരപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, മുന്നോട്ട് പോകാൻ പറ്റാതെ ഭാരപ്പെടുന്ന അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ടെങ്കിൽ, ഈശോയെ ഇപ്പോൾ തന്നെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി പുറപ്പെട്ട് ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഈ ജീവിതങ്ങളിലേക്ക് വിടുതൽ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കർത്താവിന് നന്ദി പറയാം. നമ്മൾ പ്രാർത്ഥിച്ച നിയോഗങ്ങളിൽ കർത്താവ് ഇടപെട്ടു എന്ന് വിശ്വസിക്കുക. നമ്മൾ ശാന്തരാകും, മനസ്സ് ശാന്തമാകട്ടെ, ഹൃദയം ശാന്തമാകട്ടെ, വൈകാരികതയിലൊക്കെ ഒരു ശാന്തത ഉണ്ടാകട്ടെ. തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ അവൻ്റെ വഴികളിലൂടെ നടന്നാൽ മാത്രം മതി. അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. ഈശോ നിൻ്റെ വഴികൾ, നീ പറഞ്ഞ വഴികൾ, ആ വഴികളിലൂടെ നടക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞ് ആ കർത്താവ് തരുന്ന വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ദീപികയുടെ നാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യ